പക്ഷേ നമ്മളൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ്. അതെ. അപ്പോൾ നമ്മൾ പരിചയമല്ലാത്ത ഒരു നാട്ടിലൂടെ, അഭിഷേകാണെങ്കിൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടുള്ള ആളുമാണ്. ആ വിശേഷങ്ങളൊക്കെ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഭാഷ അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു നാട്ടിലൂടെ ട്രെയിനിൽ പോകുമ്പോൾ പെട്ടെന്ന് ആ നാട്ടിലെ കുറച്ച് ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരികയും അവരും നമ്മളും തമ്മിൽ യാതൊരു തരത്തിലുള്ള മുൻപരിചയമോ വ്യക്തിപരിചയമോ ഒന്നുമില്ല, ട്രെയിനിൽ വെച്ച് കാണുന്നു. ആ ട്രെയിനിൽ വെച്ച് കണ്ടിട്ട് പെട്ടെന്ന് ആയുധങ്ങളുമായി വന്ന് നമ്മളെ ആക്രമിക്കുകയാണ്. അവിടുന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു, ട്രെയിനിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നു, അതിനുശേഷം പിന്നീട് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. വളരെ ഭയാനകമായ ഒരു അവസ്ഥ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥ. അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കേൾക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത 4 പേരാണ്. അവരാണ് ഒഡീഷ സ്വദേശിയെ ഇങ്ങനെ ആക്രമിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? ഭാഷയുടെ പേരിൽ, നാടിൻ്റെ പേരിലൊക്കെ ഉള്ളൊരു അത്തരത്തിലുള്ള ഒരു വേർതിരിവ് അക്രമത്തിലേക്ക് പോകുന്നുണ്ടോ? നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ ദിനം പ്രതി സഞ്ചാരത്തിനായി ഉപയോഗപ്പെടുത്തുന്ന ഒരു ഗതാഗതമാണ് റെയിൽ ഗതാഗതം എന്ന് പറയുന്നത്. അത് ഇന്ത്യയിലെമ്പാടും ചുരുക്കം ചില സംസ്ഥാനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഗതാഗത മാർഗ്ഗമാണ് റെയിൽ ഗതാഗതം. അപ്പോൾ നമ്മൾ നിരന്തരം യാത്ര ചെയ്യുമ്പോൾ ഈ ട്രെയിനിലുള്ള സെക്യൂരിറ്റി കൺസേൺസ്, നമ്മുടെ ഒരു സുരക്ഷ എങ്ങനെയാണെന്നുള്ളത് പലപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലടക്കം പല വിധത്തിലുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ടതാണെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞയിടെയാണ് ഒരു TTA ടിക്കറ്റ് ചെക്കറായിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു അന്യസംസ്ഥാനക്കാരൻ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തുന്ന സംഭവം. പിന്നെ സ്ത്രീകൾ ഈ അടുത്ത് തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ അതെ, സ്ത്രീകൾക്ക് ട്രെയിനിൽ നേരിടേണ്ടി വരുന്ന അതിക്രമങ്ങളൊക്കെ വലിയ രീതിയിൽ വാർത്തയായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വംശത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു റേസിസം ഈ ഒരു ആക്രമത്തിന് കാരണമാകുന്ന ഒരു സംഭവങ്ങൾ വളരെ കുറവാണ്. അത്തരത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2025 ഡിസംബർ 27 ശനിയാഴ്ച വൈകിട്ടോടെ തമിഴ്നാട് ചെന്നൈ തിരുത്തണ്ണി പാതയിൽ, അതൊരു റെയിൽ പാതയാണ്, റെയിൽ പാതയിൽ ഓടുന്ന സബർബൻ ട്രെയിനുകളാണ് അതെ, പാസഞ്ചർ ട്രെയിനുകളാണ്. ഈ പാസഞ്ചർ ട്രെയിനിൽ ഇക്കഴിഞ്ഞ 27 സൂരജ് എന്ന് പറയുന്ന 24 വയസ്സുകാരനായ ഒരു ഒഡീഷ സ്വദേശി, ഇദ്ദേഹം തമിഴ്നാട്ടിലേക്ക്, നമ്മുടെ കേരളത്തിലേക്കടക്കം ധാരാളം അതിഥി തൊഴിലാളികൾ ജോലി തേടി വരാറുണ്ട്. ഇന്ത്യയിൽ തന്നെ തമിഴ്നാടാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് തോന്നുന്നു ഈ മൈഗ്രന്റ് വർക്കേഴ്സിന്റെ എണ്ണത്തിൽ. പിന്നെ അത് മാത്രമല്ല, ഈ ഇവര് ചെന്നൈ വന്നിറങ്ങിയിട്ട് അവരൊരു ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് ചെന്നൈ വന്നിറങ്ങിയിട്ടാണ് പിന്നെ. അതെ, ഇത്തരത്തിൽ ചെന്നൈയിലേക്ക്, തമിഴ്നാട്ടിലേക്ക് വന്നിറങ്ങിയ ഒരു അതിഥി തൊഴിലാളിയാണ് ഈ സൂരജ് എന്ന് പറയുന്ന വ്യക്തി. 24 വയസ്സാണ്. ഇയാൾ തമിഴ്നാട്ടിലെത്തി 2 ആഴ്ച പിന്നീടിട്ടും ഇയാൾക്ക് അവിടെ ജോലിയൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ ഇയാൾ ദിനം പ്രതി ചെന്നൈയിലേക്ക് പോകുന്നു, തിരിച്ച് തിരുത്തണ്ണി, ആ ഒരു റൂട്ടിലേക്ക് സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരാളാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ 27 ഈ തിരുത്തണ്ണി ചെന്നൈ സബർബൻ ട്രെയിനിൽ, തിരുത്തണ്ണി ലക്ഷ്യമാക്കി വരുന്ന ട്രെയിനിൽ ഇയാളും ഉണ്ടായിരുന്നു. ഇയാൾ കയറിയ കോച്ചിൽ, ഒരു പാസഞ്ചർ ട്രെയിനാണ്, ധാരാളം യാത്രക്കാരുണ്ട്. ഇയാൾ നിലത്താണ്. നമ്മൾ ഈ അതിഥി തൊഴിലാളികൾ നമ്മൾ ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പോൾ അവർക്കൊരു സീറ്റ് ഒരു വിഷയമല്ല. സീറ്റ് ഇല്ലെങ്കിൽ നിലത്തിരിക്കും, ഇല്ലെങ്കിൽ ഒരു ബക്കറ്റ് കൊണ്ടുവന്ന് ബക്കറ്റിന്റെ പൊക്കത്തൊക്കെ ഇരുന്നാണ് ഇവർ സഞ്ചരിക്കാറുള്ളത്. അങ്ങനെ നിലത്ത് ഇരുന്ന് യാത്ര ചെയ്യുന്ന ഈ അതിഥി തൊഴിലാളിയെ ശല്യപ്പെടുത്താൻ ഈ ട്രെയിനിന്റെ കോച്ചിൽ കുറച്ച് പേർ കൂടി ഉണ്ടായിരുന്നു. ഇവർ വലിയ പ്രായപൂർത്തിയായിരിക്കുന്ന ആളുകളൊന്നുമല്ല, പ്രായപൂർത്തിയാകാത്ത 17 വയസ്സ് മാത്രം പ്രായമുള്ള കുറച്ച് ലോക്കൽ തമിഴ്നാട്ടുകാരായ കുറച്ച് കുട്ടികളെന്ന് പറയുന്നത് നമുക്ക് വഴി അതിൻ്റെ ആ ക്രൈമിന്റെ സ്വഭാവം അനുസരിച്ച് അവരെ മാറ്റി പറയേണ്ടി വരും. അതുകൊണ്ടാണ് കുട്ടികളാണ്, 17 വയസ്സുള്ള കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്, സ്കൂൾ ഡ്രോപ്പ് ഔട്ടുകളാണ്. അങ്ങനെ ഇവർ ട്രെയിനിൽ കോച്ചിൽ കയറിയ പാടെ ഇവർ കയ്യിൽ കരുതിയിരുന്ന അരിവാളും വടിവാളും ഒക്കെ ഉപയോഗിച്ച് അവരുടെ റീൽ ചിത്രീകരണം ആരംഭിച്ചു. റീൽ ചിത്രീകരണം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ എന്തോ പ്രത്യേക തരത്തിലുള്ള ഗാനങ്ങളുണ്ട്, എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ നാടൻ പാട്ടുകളാണ്. അപ്പോൾ ഈ നാടൻ പാട്ടുകളൊക്കെ ആയിട്ട് ഇവർ റീൽ ചിത്രീകരണം ആരംഭിച്ചു. ഈ റീൽ ചിത്രീകരിച്ച് അതിൻ്റെ ഹരം അങ്ങ് കൂടി വന്നപ്പോൾ ഈ അതിഥി തൊഴിലാളി നിലത്തിരുന്ന് യാത്ര ചെയ്യുന്ന അതിഥി തൊഴിലാളികളുടെ മേത്തേക്ക് വാൾ വീശുന്ന രീതിയിലുള്ള ചിത്രീകരണത്തിലേക്ക് ഈ റീലിന്റെ ചിത്രീകരണം മാറി. അത് അതിഥി തൊഴിലാളിയാണ്, അന്യദേശത്ത് തനിച്ച് യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഇയാൾ തദ്ദേശീയരായ കുറച്ച് കുട്ടികൾ, അവർ ചെയ്യുന്നത് ഒരു തമാശയായിട്ട് മാത്രമാണ് കരുതി. ആ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഇയാൾ ഒരു തടസ്സം പിടിക്കുന്നു, അതായത് വാൾ വീശുന്നതായിട്ടുള്ള ചേഷ്ടകൾ മാത്രമാണ്. അപ്പോൾ ഇയാളിങ്ങനെ കൈകൊണ്ട് തടസ്സം പിടിക്കുന്നു. എന്നാൽ പിന്നീട് ഇവർക്ക് എന്തോ ഇതിലൊരു അലോസരം ഉണ്ടാകുന്നു. ഈ കുട്ടികൾക്ക് ഇവർ മാരകമായ ലഹരി മരുന്നിൻ്റെ അടിമകളായിരുന്നു. അടിമകളെന്ന് പറഞ്ഞാൽ ഇവർ ആൽക്കഹോളിക്കാണ്, അതുപോലെ തന്നെ കഞ്ചാവ് കൺസ്യൂം ചെയ്തിട്ട് ആണ് ഈ ട്രെയിനിൻ്റെ കോച്ചിൽ യാത്ര ചെയ്ത് വന്നിരുന്നത്. അങ്ങനെ ഇയാളെ തിരുത്തണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വലിച്ചിറക്കി
ഈ അടുത്തുള്ള ഒരു റെയിൽവേ ക്വാർട്ടേഴ്സിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ റെയിൽവേ ക്വാർട്ടേഴ്സിൽ ഈ 4 കുട്ടികൾ അടങ്ങുന്ന സംഘം ഈ സൂരജ് എന്ന അന്യസംസ്ഥാന തൊഴിലാളിയെ വലിച്ചിഴച്ച് അതിനകത്തേക്ക് ഇടുന്നു. അവിടെ വെച്ച് ഇവർ കയ്യിൽ കരുതിയ അരിവാളും വടിവാളും ഒക്കെ ഉപയോഗിച്ച് ഇയാളെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വ്യാപകമായി പ്രചരിക്കുന്നത്. അത് നമുക്കൊന്നും കണ്ടു നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള വയലൻസ് ആണ്. കാരണം ഒരു മനുഷ്യനല്ല, ഒരു മൃഗമാണെങ്കിൽ പോലും ആ ഒരു ജീവിക്ക് അല്ലെങ്കിൽ മനുഷ്യന് എത്രത്തോളം വേദന ഉണ്ടാകുമെന്ന് നമുക്കത് കണ്ടു നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. അത്തരത്തിൽ ഒരു ജീവനുള്ള മനുഷ്യനെ അരിവാളും വടിവാളും ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായി ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറമുള്ള ക്രിമിനൽ ചേഷ്ടകളാണ് ഈ കുട്ടി ക്രിമിനലുകൾ അവിടെ കാണിച്ചു കൂട്ടിയത്. അങ്ങനെ ഇയാളെ മാരകമായി മുറിവേൽപ്പിക്കുന്നു, അത് റീൽസായിട്ട് പകർത്തുന്നു. അങ്ങനെ കുറേ നേരം ഇവരുടെ അക്രമം തുടരുന്നു. അതിനൊക്കെ തടസ്സം പിടിക്കുന്നുണ്ട്. ഇയാൾ കരഞ്ഞുകൊണ്ട് യാചിക്കുന്നുണ്ട്, അപേക്ഷിക്കുന്നുണ്ട്. ഇതൊന്നും ഇവരുടെ മനസ്സലിയിപ്പിച്ചില്ല. കാരണം ഇവർ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു, മദ്യപിച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ ശേഷം ഇവരുടെ ക്രിമിനൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇവർ മടങ്ങിപ്പോകുന്നു. അതിനുശേഷമാണ് ഇയാൾ ഉള്ള ജീവനും കൊണ്ട് ഈ ഉപേക്ഷിക്കപ്പെട്ട റെയിൽവേ ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്തേക്കിറങ്ങി മെയിൻ റോഡിലേക്ക് വരുന്നു. ഈ മെയിൻ റോഡിൽ ദേഹമാസകലം മുറിവേറ്റ് ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന ഒരു അന്യസംസ്ഥാനക്കാരനെ കണ്ട പ്രദേശവാസികളാണ് ഇത് തിരുത്തണ്ണി പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൈമാറുന്നത്. അങ്ങനെ പോലീസ് സ്ഥലത്തെത്തുന്നു. ഇയാളെ നേരെ തിരുത്തണ്ണി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷമാണ് ഈ ഒരു വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. അങ്ങനെയാണ് ഇത് ചെയ്തത് ആരാണ്, ക്രിമിനലുകളുടെ പിന്നാലെ പോലീസ് പോകുന്നത്. അങ്ങനെ പോലീസ് അന്വേഷിക്കുമ്പോൾ ഇവർ തിരുത്തണ്ണി ആരക്കോണം ദേശീയപാതയിൽ തന്നെയുള്ള ഗംഗയമ്മൻ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു മൈതാനത്തിരുന്ന് മദ്യപിക്കുകയാണ്. കഞ്ചാവിൻ്റെയും മദ്യത്തിൻ്റെയും കെട്ടിറങ്ങിയതിന് ശേഷം ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച് ആശുപത്രിയിലാക്കിയതിനു ശേഷം ഇവരിവിടെ ഇരുന്ന് മദ്യപിക്കുകയാണ്. അങ്ങനെ മദ്യപിക്കുന്നതിനിടെയാണ് ഈ കുട്ടി ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അറസ്റ്റ് ചെയ്ത് ഇവരെ കൊണ്ടുപോകുന്നു. ഇയാളെ പിന്നീട് ഈ സൂരജിനെ തിരുത്തണ്ണി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഇയാളുടെ പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് രാജീവ് ഗാന്ധി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ചെന്നൈയിലാണ്, അപ്പോൾ അങ്ങോട്ടേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുന്നു. ഈ ഒരു ദൃശ്യങ്ങൾ, ഇയാളെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വളരെ വ്യാപകമായ വിമർശനമാണ് DMKക്കെതിരെ, സംസ്ഥാനം ഭരിക്കുന്ന DMK ഗവൺമെൻറ്റിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഒരു ഒഡീഷ സ്വദേശിക്ക് തമിഴ്നാട്ടിൽ നേരിടേണ്ടി വന്ന അതിക്രമം എന്നതിനപ്പുറം ഇതൊരു തമിഴ്നാട്ടിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിൻ്റെ ഒരു ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ്. ഇത്തരത്തിലുള്ള ഒരു കുട്ടികൾ ഈ ഒരു ക്രൈമിൽ ഉൾപ്പെട്ടത് എന്ന രീതിയിലേക്ക് അതിന് വ്യാഖ്യാനമുണ്ടായി. അതുകൂടാതെ ഇപ്പോൾ TVK തമിഴ്നാട്ടിലൊരു മുഖ്യ പ്രതിപക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. TVK ചുരുങ്ങിയ കാലം കൊണ്ട് വിജയ് ആണ് അതിൻ്റെ നേതാവ്. അപ്പോൾ വിജയ് അടക്കം എക്സിലൂടെ ഈ തമിഴ്നാട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ലഹരി മരുന്നിൻ്റെ ഉറവിടം നശിപ്പിക്കാൻ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഗുണ്ടാവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്ന DMK സർക്കാരിനെതിരെ തുറന്നടിച്ചുകൊണ്ട് ഈ TVKയും അതുപോലെ തന്നെ ADMKയും അടക്കമുള്ള പാർട്ടികളുടെ നേതാക്കന്മാർ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായ വിമർശനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇത് രാജ്യവ്യാപകമായി തന്നെ ഒരു ഇമിഗ്രൻ്റ് വർക്കർ, നമ്മുടെ ഇന്ത്യയിലുടനീളമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ വ്യവസായത്തിനൊക്കെ പുറം നാട്ടിൽ നിന്നുള്ള ഈ തൊഴിലാളികളുടെ സേവനം വളരെ വിലപ്പെട്ടതാണ്. അങ്ങനെയാണ് തമിഴ്നാടിൻ്റെ കാര്യം. ഈ തിരുപ്പൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ തുണിമില്ലുകളിൽ ജോലി ചെയ്യാൻ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ പണിക്ക് വരുന്ന ആളുകളുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള തൊഴിൽ തേടി വരുന്ന ആളുകളാണ്. അപ്പോൾ ഇവർക്ക് ഉറപ്പുവരുത്തേണ്ട സുരക്ഷ അതാരാണ് ഉറപ്പുവരുത്തേണ്ടത്? ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ അതിൽ തമിഴ്നാട് സർക്കാരിനെ വീഴ്ച പറ്റി. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ലഹരി മരുന്നിൻ്റെ ഉറവിടം കണ്ടെത്താൻ തമിഴ്നാട് പോലീസിന് സാധിക്കുന്നില്ല. ഗുണ്ടകളെ നിലയ്ക്ക് നിർത്താൻ തമിഴ്നാട് പോലീസിന് സാധിക്കുന്നില്ല. അണ്ണാമലൈ തമിഴ്നാട്ട് BJPയുടെ നേതാവാണ്. അദ്ദേഹം തന്നെ എക്സിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. TVK വിജയ് എന്ന് പറയുന്ന എക്സ് ഹാൻഡിലും ഇത്തരത്തിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് തമിഴ്നാട്ടിൽ അതിനുശേഷം തമിഴ്നാട് ആരോഗ്യമന്ത്രി ഇതിനോട് പ്രതികരിച്ചത്, തമിഴ്നാട്ടിൽ ഇതുവരെ DMK അധികാരത്തിലേറ്റതിന് ശേഷം ഇവിടെ ഒരു കഞ്ചാവ് ഇല പോലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിന് പിന്നാലെ തമിഴ്നാട്ടിലെ പലയിടങ്ങളിൽ കഞ്ചാവ് ചെടിയൊക്കെ നിൽക്കുന്ന പല ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ തന്നെ പ്രചരിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ തമിഴ്നാട് എന്ന് പറയുന്നത് ഒരു ഹബ്ബാണ്. അതിന് DMK സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷമല്ല, തമിഴ്നാടിന് ഇന്ത്യയിലാകെയുള്ള മയക്കുമരുന്ന് ഈ കഴിഞ്ഞ ഒരു വർഷം 2025 മാത്രം മയക്കുമരുന്ന് പിടിച്ചെടുത്ത സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 10ാം സ്ഥാനത്താണ് തമിഴ്നാടുള്ളത്. ഡൽഹിയാണ് 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത് നമ്മുടെ
ഗുജറാത്താണ്. ഗുജറാത്തിന് ശേഷം 3-ാം സ്ഥാനത്ത് പഞ്ചാബാണ്. ഈ ഡൽഹി എന്ന് പറഞ്ഞാൽ രാജ്യ തലസ്ഥാനമാണ്. അവിടെ മയക്കുമരുന്ന് കാർട്ടലുകളും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ച ലഹരി മരുന്നുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന ഉറവിടം ഡൽഹിയാണ്. പിന്നെയുള്ളത് ഗുജറാത്താണ്. ഗുജറാത്തിലെ മുദ്ര പോർട്ടിൽ നിന്ന്, അദാനിയുടെ മുദ്ര പോർട്ടിൽ നിന്ന് വളരെ വ്യാപകമായ ലഹരി മരുന്നുകൾ ഈ കഴിഞ്ഞ ഇടയൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. തമിഴ്നാട് എന്ന് പറയുന്നത് ശ്രീലങ്കയോട് അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. അപ്പോൾ ഈ മ്യാൻമറിൽ നിന്നാണ് ഈ ഹെറോയിൻ ഇന്ത്യയിലേക്ക് എത്തുന്നതിൻ്റെ പ്രധാന സ്രോതസ് എന്ന് പറയുന്നത്. ഇത് റോഡ് മാർഗം നമ്മുടെ മിസോറവും മണിപ്പൂരും കടന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലും, ബാംഗ്ലൂർ ഒരു ഹബ്ബാണെന്ന് പറയുന്നു, ബാംഗ്ലൂരിലെത്തി അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് എത്തി, തമിഴ്നാട് കേരള അങ്ങനെ ഒരു ഉറവിടമാണ്. അവിടെ നിന്നാണ് ഈ ശ്രീലങ്കയിലേക്ക് മയക്കുമരുന്ന് നേരെ പോകുന്നത്. അങ്ങനെ മയക്കുമരുന്നിൻ്റെ ഒരു ഹബ്ബാണ് തമിഴ്നാട് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ഒന്നാകെ ആരോപിക്കുന്നത്. അത് എന്തായാലും തമിഴ്നാട്ടിൽ ഇത് വലിയ രാഷ്ട്രീയ വിവാദമായിരിക്കുന്നു. 2026 ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് തമിഴ്നാട് നേരിടാൻ ഒരുങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് DMKയ്ക്ക് തിരിച്ചടിയും, അതേസമയം അവിടെ ഭരണം പിടിക്കാൻ കാത്തിരിക്കുന്ന TVKയ്ക്കും അതുപോലെ തന്നെ ശിഥിലമായി ഒരു ഒത്തൊരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ADMKയ്ക്കും ഒരുപോലെ ഒരു പിടിവള്ളിയാണ്. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിലൊരു ക്രമസമാധാന നില തകരാറിലാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നതും അതിലെതിരെ പ്രതിഷേധിക്കുന്നതും. എന്തായാലും ഇത് ഇന്ത്യയിൽ ഉടനീളം വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഒഡീഷ ഗവൺമെൻറ് തന്നെ ഇത്തരത്തിൽ എന്താണ് സംഭവിച്ചത്, ഒഡീഷയിൽ നിന്നുള്ള ഒരു മൈഗ്രൻ്റ് വർക്കർക്ക് തമിഴ്നാട്ടിൽ നേരിടേണ്ടി വരുന്ന അതിക്രമത്തിൻ്റെ കാരണം എന്താണ്, അത് വംശീയമാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നൊക്കെ, പ്രത്യേകിച്ച് തമിഴ്നാടും കർണാടകയും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഹിന്ദി ഭാഷ സംസാരിക്കുന്നതിനെ പലവട്ടം അവരതിനോട് യോജിക്കുന്നില്ല. അവർക്ക് തമിഴ് അല്ലെങ്കിൽ കന്നഡ സംസാരിക്കാൻ തന്നെയാണ് താല്പര്യം. അവരുടെ ഗവൺമെൻറ് ഭാഷ തമിഴും കന്നഡയും തന്നെയാണ്. പലവട്ടം തമിഴ്നാട് മന്ത്രിമാർ തന്നെ നോർത്ത് ഇന്ത്യൻസ് ശീമപ്പന്നികളെ പോലെ പെറ്റുപെരുകുന്നു, അതുപോലെ തന്നെ ബീഹാറികൾ തലച്ചോറില്ലാത്തവരാണ് എന്നൊക്കെയാണ് അവരുടെ മുൻകാല പ്രതികരണങ്ങൾ അത്തരത്തിലുള്ളവയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ ഒരു അതിഥി തൊഴിലാളി നേരിട്ട അതിക്രമത്തിന് വംശീയമായ എന്തെങ്കിലും പശ്ചാത്തലം ഉണ്ടോ എന്നതടക്കം തീർച്ചയായും അന്വേഷണ പരിധിയിലാക്കേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ഒഡീഷ തന്നെ അവരുടെ ഒരു ലേബർ ലൈസൺ ഓഫീസറെ തമിഴ്നാട്ടിലേക്ക് അടിയന്തരമായിട്ട് അയച്ചിട്ടുണ്ട്. ഇയാളുടെ അവസ്ഥയൊക്കെ വിലയിരുത്തി ഇയാൾക്ക് ആശുപത്രിയിൽ സുഖപ്പെട്ടു വരികയാണ്. അതിനുശേഷം ഒഡീഷയിലേക്ക് തന്നെ മടങ്ങിപ്പോകാനാണ് ആഗ്രഹമെന്ന് അറിയുന്നു. എന്തായാലും വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ഇരയായത് 24 വയസ്സുകാരനും പ്രതികൾ 17 വയസ്സ് മാത്രം പ്രായമുള്ള കൗമാരക്കാരാണ്. ഇതിൽ 3 പേരെ റീഫോർമേഷൻ ക്യാമ്പിലേക്ക്, അതായത് നമ്മുടെ ഇവിടുത്തെ ദുർഗുണ പരിഹാര പാഠശാല എന്നറിയപ്പെടുന്ന ചെങ്കൽപ്പേട്ടിലെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്കും ഒരാളെ, അയാളുടെ വിദ്യാഭ്യാസം കണക്കിലെടുത്ത് ഇയാൾ ഒരു ഡിഫറൻ്റ്ലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് പ്രമാണിച്ച് ഇയാളെ ജാമ്യം കൊടുത്ത് മാതാപിതാക്കൾക്കൊപ്പം വിട്ടയച്ചു എന്നാണ് അറിയുന്നത്. ശരി.